को ही खो दिया तेरी पहचान में, मेरी हर सांस तेरे नाम है लिखी। इश्क तेरे प्यार का दीवाना बना मैं, ख्वाहिश मेरी सारी तुझे है पूरी। खुद को ही खो दिया तेरी पहचान में, मेरी हर सांस तेरे नाम है लिखी। तेरे दर पे हुआ मैं खत्म और तुझ में ही मेरा जन्म। मगन मगन मैं, मगन मगन मैं, मगन मगन तेरे प्यार में। मगन मगन मैं, मगन मगन मैं, मगन मगन तेरे प्यार में। मगन मगन मैं, मगन मगन मैं, मगन मगन तेरे प्यार में। मगन मगन मैं, मगन मगन मैं, मगन मगन तेरे प्यार में। കർത്താവിൽ പ്രിയരെ, ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ ഈ കേട്ട പാട്ടിന്റെ വരികൾക്കകത്ത് നാം മനസ്സിലാക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ ആഴമേറിയ സ്നേഹത്തെ കുറിച്ചാണ് ആ പാട്ടിന്റെ വരികൾ പ്രതിപാദിക്കുന്നത്. അലിഞ്ഞു ചേരപ്പെട്ട സ്നേഹം അല്ലെങ്കിൽ ആഴത്തിലുള്ള സ്നേഹം എന്നൊക്കെയുള്ള വരികളാണ് നമ്മൾ ബൈബിളിലെ 4 തരത്തിലുള്ള സ്നേഹത്തെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും. അതിലൊരു തരം സ്നേഹമാണ് അഗപ്പേ. അതൊരു ലൈക്കല്ല, അത് ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെ. ലോകത്തിലുള്ള എല്ലാ സ്നേഹത്തെയും നമ്മൾ പഠിക്കുമ്പോൾ മാതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, നമ്മുടെ മക്കളുടെ സ്നേഹം, നമ്മുടെ സഹോദരന്മാരുടെ സ്നേഹം, നമ്മുടെ പാർട്ട്ണറുടെ സ്നേഹം, ഈ സ്നേഹങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിലെല്ലാം കണ്ടീഷനുകൾക്ക് അതീതമായ സ്നേഹമാണ്. ഞാൻ നിന്നെ പോറ്റി പുലർത്തിക്കോളാം, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഒരു പ്രായം വരെ നമ്മളെ പോറ്റി പുലർത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എന്തെങ്കിലും കണ്ടീഷനുകൾക്ക് അതീതമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ അതീതമായിട്ടുള്ളതല്ല. തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ പോലും നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ച് നമ്മളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു വലിയ സ്നേഹമാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും എഴുതിയേക്കും, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്ന മെസ്സേജിനകത്ത് അവർ പറയുന്ന ഒരു പദമാണ് ലോകത്തെ സ്നേഹിക്കുക. ഇവിടെ പറയുവാണ് പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയലിനെ സ്നേഹിച്ചു എന്നല്ല അർത്ഥം, എന്നെയും നിന്നെയും സ്നേഹിച്ചു എന്നാണ് അർത്ഥം. ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വാശിയേറിയ വാക്കുകൾ പോലെ അല്ലെങ്കിൽ വാശി പിടിച്ചു പറയുന്ന പോലെ പറയുവാണ് നശിച്ചു പോകാതിരിക്കേണ്ടത്, നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും മേഖലകളിൽ നാശത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതം ഒരു നാശത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖല, നിങ്ങളുടെ ബിസിനസ് മേഖല, നിങ്ങളുടെ ആത്മീയ ജീവിതം ഒക്കെ പരാജയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാജയത്തിന്റെ ഭീതി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും മേഖലകളിൽ പരാജയത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അങ്ങനെയെങ്കിൽ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച ആ സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിനകത്ത് നിങ്ങൾ നശിച്ചു പോകല്ലേ, നിങ്ങൾ നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലും നാശത്തിലേക്ക് പോകുന്ന, നാശത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. നശിച്ചു പോകാതിരിക്കേണ്ടതിന്, 1-ാമത്തെ ഭാഗം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, 2-ാമത്തെ തല നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഈ 2 കാര്യത്തിന് വേണ്ടിയാണ് തന്റെ ആഴമാർന്ന സ്നേഹം, പിതാവായ ദൈവത്തിന്റെ ആഴമാർന്ന സ്നേഹത്തിലുള്ള ആഴത്തിലുള്ള സ്നേഹത്തിനകത്തുനിന്ന് പുത്രന്റെ ജീവൻ ഏകജാതനായ എഴുതിയേക്ക്, തന്റെ ഏകജാതനായ തന്റെ ഏകനായ പുത്രനെയാണ് ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ പ്രിയജനമേ,
പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, തൻ്റെ പുത്രനെ പോലും നമുക്ക് വേണ്ടി അയച്ച് ആ സ്നേഹത്തിനകത്ത് നമ്മളെ കൂട്ടവകാശികളാക്കി, ആ സ്നേഹത്തിനകത്ത് നമ്മൾ അലിയിച്ച് ചേർത്ത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ നാശകരമായ സാഹചര്യത്തിൽ നമ്മളെ വിടുവിച്ച് സെറ്റ് ഫ്രീ ആക്കി നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ, നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ, നിങ്ങളെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന്, നിങ്ങളുടെ ലൈഫിലെ പരിപൂർണ അർത്ഥത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആയതിനാൽ പ്രിയജനങ്ങളെ, ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ നിങ്ങൾ തയ്യാറാണോ? പാട്ടിന്റെ വരികൾക്കകത്ത് പാട്ടുകാരന്മാർ പറഞ്ഞതുപോലെ, പാട്ടുകാർ എഴുതിയതുപോലെ, പാട്ടുകാർ പാടിയതുപോലെ നമുക്കും ചേർന്ന് പറയാം, കർത്താവ് നിന്റെ സ്നേഹത്തിനകത്ത് ഞാനും അലിഞ്ഞു ചേരുവാനായിട്ട് കൊതിക്കുന്നു, കാംക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്ന് പറയുക. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. तुझे जन्नत पाया।